ട്രാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക്, നമ്മുടെ ഊട്ടി യാത്രയുടെ രണ്ടാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂനൂരിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. കോത്തഗിരിയിലാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. കോത്തഗിരി അടുക്കാറായപ്പോഴേക്കും വീണ്ടും കോട മൂടി തുടങ്ങുന്നുണ്ട്. ഓറഞ്ച് പീക്കോ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. കോത്തഗിരി ടൗണിന് ഒരു 2 കിലോമീറ്റർ മാറിയിട്ടാണ്. വലിയ കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ്, പക്ഷേ കുറച്ച് ഓവർ പ്രൈസ്ഡായിട്ടാണ് തോന്നിയത്. റൂമിൻ്റെ ഒരു ക്വാളിറ്റി വെച്ച് കൊടുക്കുന്ന പ്രൈസിന് ഉള്ള ഒരു റൂം ഉണ്ട് എന്ന് തോന്നിയില്ല. ചെറിയ റൂമാണ്. റൂമിന് ബാൽക്കണി ഒന്നും തന്നെയില്ല, പക്ഷേ ഒരു സൈഡിൽ ഇങ്ങനെ ഗ്ലാസ് ഇട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു വ്യൂ റൂമിനകത്ത് നിന്ന് കിട്ടും. രാത്രി വണ്ടിയെടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നോക്കി. നല്ല മഞ്ഞ് തന്നെയാണ്. വളരെ കുറച്ച് ദൂരം മാത്രമേ നമുക്ക് റോഡിൽ കാണാൻ പറ്റൂ. അങ്ങനെ തൊട്ടടുത്ത ദിവസം രാവിലെയും ഇതുപോലെ വണ്ടിയെടുത്ത് ജസ്റ്റ് ഒരു മോർണിംഗ് വൈബ് അറിയാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നോക്കി. രാവിലെ നല്ല മഞ്ഞ് തന്നെയാണ്. ചെറിയ രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. താമസിക്കുന്ന സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ അത് റെഡിയാവാൻ ഒരു 8:30 ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പോകുന്ന വഴിക്ക് കട്ടബേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞ് അജൂർ എന്ന് പറഞ്ഞ റൂട്ടിലൂടെ ജസ്റ്റ് ഒന്ന് കുറച്ച് ദൂരം പോയി നോക്കി. പോകുന്ന വഴിക്ക് നല്ല പ്രകൃതിരമണീയമായ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വളരെ മനോഹരമാണ് ഊട്ടിയുടെ ഗ്രാമക്കാഴ്ചകൾ. അപ്പോൾ എന്തായാലും തിരിച്ചു പോകുന്ന വഴിക്ക് ഈ റൂട്ട് തന്നെ തിരിച്ചു പോകാമെന്നുള്ളൊരു പ്ലാനിലാണ്. കാരണം ഒരുപാട് ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര ഈ റൂട്ട് വഴി നമുക്ക് കിട്ടും. അപ്പോൾ അത് കുറേ നല്ല കാഴ്ചകൾ കാണാമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. തിരിച്ച് വീണ്ടും റൂമിലെത്തി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങണം. റൂമിൻ്റെ ഭാഗത്ത് ഇപ്പോഴും നല്ല മഞ്ഞാണ്. ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട്. നമുക്ക് പേ ചെയ്ത് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് നമ്മളത് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഈ ഒരു പ്രൈസിൽ ഒരു ബിലോ ആവറേജ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ റൂമിൽ നിന്നിറങ്ങി ആദ്യം പോയത് കോടനാട് വ്യൂ പോയിൻ്റ് കാണുന്നതിന് വേണ്ടിയാണ്. എന്തായാലും വ്യൂ ഒന്നും കാണാൻ പറ്റില്ല എന്ന് ഉറപ്പായിരുന്നു, എങ്കിലും ജസ്റ്റ് ഒന്ന് പോയി നോക്കി. പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല കോടമഞ്ഞാണ്, ഒന്നും കാണുന്നില്ല. തിരിച്ചു വരുന്ന സമയത്ത് കട്ടബേട്ടത്തിന് തൊട്ട് മുന്നേ ഒരു നായര പമ്പുണ്ട്. നായര പമ്പിൻ്റെ കുറച്ച് മുന്നേ തന്നെ റൈറ്റിലോട്ട് തിരിഞ്ഞ റോഡുണ്ട്. അപ്പോൾ അതുവഴി ഈ അജൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു റൂട്ട് കാണിച്ചു. അപ്പോൾ അതുവഴി ഒന്ന് നോക്കി. അപ്പോൾ കുറച്ച് വേറെ സ്ഥലങ്ങളൂടി കാണാമെന്നൊരു പ്ലാനിലാണ് പോകുന്നത്. എന്തായാലും കുറേ നല്ല സ്ഥലങ്ങൾ ആ റൂട്ടിലുണ്ട്. ദൂരെ റിസോർട്ട് കാണുന്നുണ്ട്. കോസ്റ്റൽ ഗ്രാൻഡ് റിസോർട്ട് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടാണിത്. നമ്മൾ ആ കണ്ട റിസോർട്ടിനടുത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. തൊട്ടടുത്ത് കാണുന്ന ഈ കുന്നിറങ്ങിയാണ് നമ്മൾ വന്നത്. അവിടെ ഇങ്ങനെ വളഞ്ഞ് റോഡ് കിടക്കുന്നതെല്ലാം കാണാം. വളരെ മനോഹരമായിട്ടുണ്ട് ഈ കാഴ്ചകളെല്ലാം.
പോരുന്ന വഴികളിലെ ഗ്രാമക്കാഴ്ചകളെല്ലാം അതിമനോഹരമാണ്. അജൂരിൽ നിന്നും ഇടുഹട്ടി, കെൻദൊറൈ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിലൂടെയാണ് ഈ റൂട്ട് പോകുന്നത്. ഇതൊക്കെ തന്നെയാണ് ആ സ്ഥലങ്ങളുടെ പ്രൊനൗൺസിയേഷൻ എന്നറിയില്ല, ഇങ്ങനെ ഞാൻ മാപ്പിൽ കണ്ട പേരാണ് പറയുന്നത്. എന്തായാലും ഇതുവഴി ജസ്റ്റ് ഒന്ന് വണ്ടി കൊണ്ട് വരാൻ വളരെ പറ്റിയ ഒരു റൂട്ടാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്, ഗ്രാമക്കാഴ്ചകളുണ്ട്. ഈ റോഡ് വന്ന് ചേരുന്നത് നമ്മുടെ കോത്തഗിരി റൂട്ടിലുള്ള ദുദ്ധബെട്ട വ്യൂ പോയിൻറ്റിൻ്റെ തിരിയുന്ന ആ പോയിൻറ്റിലാണ്. അപ്പോൾ നമ്മൾ ദുദ്ധബെട്ട വ്യൂ പോയിൻറ്റിൽ പോയി നോക്കി. അവിടെയും മാറ്റമൊന്നുമില്ല, നല്ല കട്ട കോടമഞ്ഞ് തന്നെയാണുള്ളത്. അതുകൊണ്ട് അവിടെയും നമ്മൾ ടിക്കറ്റൊന്നും എടുത്ത് അകത്ത് കയറിയില്ല, ജസ്റ്റ് അതുവരെ പോയി തിരിച്ചു പോന്നു. അങ്ങനെ പോരുന്ന വഴിക്ക് അവിടെ നിന്ന് തന്നെ കുറച്ച് മാഗിയൊക്കെ കഴിച്ച് ലഞ്ചായിട്ട് ഒരു മാഗിയൊക്കെ കഴിച്ച് അവിടെ നിന്ന് തിരിച്ച് പോരാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ വേറെ പ്ലാനുകളൊന്നും ഇന്നില്ല, തിരിച്ച് നേരെ നാട്ടിലോട്ട് പോരണം. തിരിച്ച് പോരുമ്പോൾ ഗൂഡല്ലൂർ റൂട്ടിലുള്ള ഹങ്കർ ഫോർട്ട് ടീ പ്ലാന്റേഷൻ അവിടെ ഒന്ന് പോയി നോക്കി. പണ്ട് നമ്മൾ കിന്നക്കുറ ട്രിപ്പിൽ ഇവിടെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് പോരാണ് ഉണ്ടായത്. അങ്ങനെ വൈകിട്ടായപ്പോഴേക്കും നമ്മൾ ചുരം ഇറങ്ങി തുടങ്ങി. താഴെ നമ്മുടെ ഗൂഡല്ലൂർ ടൗൺ കാണാം. അപ്പോൾ ഈ ഒരു ഊട്ടി യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു നല്ല യാത്രയുടെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.